കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ശ്രീരാമ, എന്റെ ജീവിതത്തിൽ ഒരിക്കലും അനാഥയാണെന്ന് ഞാൻ വിഷമിച്ചിട്ടില്ല. പക്ഷെ ഏറ്റവും ആദ്യമായിട്ട് ദേവേട്ടന്റെ അമ്മയാ അനാഥയായതിന് എന്നെ വേദനിപ്പിച്ചത്. ശ്രീരാമ, ഇനി ഞാൻ ഈ വീട്ടിലെ മരുമകളാവണമെങ്കിൽ, ദേവേട്ടനോടൊത്ത് സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് എനിക്കറിയണം. എന്നെ സഹായിക്കണം. ഇത് അതിനുള്ള യാത്രയാണ് രാമ. എന്റെ കൂടെ ഉണ്ടാവണം. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നിന്റെ ജനനം തന്നെയാ നിന്റെ മരണത്തിന്റെയും കാരണം. എന്റെ ജനനം എന്റെ മരണത്തിന് കാരണമാണെന്ന് നീ പറഞ്ഞു. അപ്പൊ എനിക്ക് ജന്മം നൽകിയവരെ നിനക്കറിയായിരിക്കും. അതറിയാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ തേടി പുറപ്പെടുന്നത്. നീ എന്നെ കൊല്ലാൻ നടക്കാണ്, അതും എനിക്കറിയാം. നിന്റെ കൺവെട്ടത്ത് വന്ന അപകടമാണെന്നും എനിക്കറിയാം. എന്നാലും സാരമില്ല, ഞാൻ തന്നെ നിന്റെ അടുത്തേക്ക് വരിക. എന്റെ അച്ഛനും അമ്മയും ആരാണെന്നുള്ള രഹസ്യം അറിയാൻ, എന്നോടുള്ള ദേവേട്ടന്റെ അമ്മയുടെ വിദ്വേഷം മാറ്റാൻ വേണ്ടി, വീണ്ടും കൊട്ടാരം വീട്ടിലെ മരുമകളുടെ സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടി. ഗുഡ് മോർണിംഗ് മിസ്റ്റർ വർമ്മ. നമസ്കാരം. എന്താ ഈ വഴിക്ക്? നിങ്ങളുടെ ഇളയമ്മൻ ദേവൻ എവിടെ? അവൻ അകത്തുണ്ടല്ലോ. എന്താ ഇൻസ്പെക്ടറെ കാര്യം? നിങ്ങളുടെ മരുമകളെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിരുന്നു. അവളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം വർമ്മേ. നിങ്ങളുടെ മരുമകളെ ആരോ കൊലപ്പെടുത്തിയിരിക്കുന്നു. അവളെ കൊന്നു കൊക്കയിലെറിഞ്ഞതല്ലേ? ആരും അറിയില്ലെന്ന് കരുതിയത് പോലീസ് എങ്ങനെ കണ്ടുപിടിച്ചു? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? സത്യമാണ്. എന്നോ 8 മാസം മുൻപ് നടന്ന സംഭവമായത്. നോ, നോ ഇൻസ്പെക്ടർ, നോ.
ഞാനിത് വിശ്വസിക്കില്ല. എന്റെ വൈദേഹി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾക്കാരോ റോങ് ഇൻഫർമേഷൻ തന്നിരിക്കുകയാണ്. അല്ല ദേവൻ, വേറൊരു കേസിന്റെ ഇന്റർവേഷൻ ഇടയ്ക്കാണ് ഈ സത്യം ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. ആരോ കൊട്ടേഷൻ കൊടുത്തതാ. ഒരു വാടാ കൊലയാളിയാണ് കൊന്നിരിക്കുന്നത്. നോ ഇൻസ്പെക്ടർ, ഞാനിത് വിശ്വസിക്കില്ല. എന്റെ വൈദേഹി മരിച്ചിട്ടില്ല. അവൾ എന്റെ ചുറ്റുവട്ടത്ത് തന്നെ എവിടെ ഉണ്ട്. എനിക്കതറിയാൻ കഴിയും. അവള് ജീവനോടെ ഉണ്ടെന്നുള്ളതിന്റെ സൂചനകൾ എനിക്ക് തരാറുമുണ്ട് എപ്പോഴും. ദേവാ, പോലീസുകാര് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടല്ലേ മരിച്ചുപോയെന്ന് ഇത്രയും ഉറപ്പിച്ചു പറയുന്ന നീ ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇല്ല, ആരെന്തൊക്കെ പറഞ്ഞാൽ എന്റെ വൈദേഹി മരിച്ചെന്ന് ഞാൻ സമ്മതിക്കില്ല. അടുത്തേ, വൈദേഹി എന്റെ അടുത്ത് എവിടെയോ ഉണ്ടെന്ന് തന്നെയാണ് എന്റെ മനസ്സ് ഇപ്പോഴും പറയുന്നത്. അവള് മരിച്ചു പോയെന്ന് പറയുന്നതാ വിഡിത്തം. വൈദേഹിയോട് നിനക്കുള്ള സ്നേഹം കൊണ്ടാടാ നിനക്ക് വിശ്വസിക്കാനാവാത്ത. നിന്റെ ആ സ്നേഹം നിന്നെ കൊണ്ട് എങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത്. വൈദേഹി ഇതുവരെ നേരിട്ട് നിന്റെ മുമ്പിൽ വന്നിട്ടില്ലല്ലോ. സത്യത്തെ അവഗണിച്ചത് സത്യമല്ലതാവോ? അങ്ങനെയാണെങ്കിൽ വൈദേഹി പ്രേതമായിട്ട് വന്ന് ജാനകിയിൽ കുടിയേറിയതൊക്കെ അവളുടെ നാടകമാണെന്നല്ലേ നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ അങ്ങനൊന്നും ആയിരുന്നില്ല. മരിച്ചുപോയ വൈദേഹി ശരിക്കും പ്രേതമായിട്ട് വന്നതാ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ, എന്റെ വൈദേഹി ഇല്ലെന്ന് മാത്രം പറയരുത്. എന്റെ വൈദേഹി പ്രേതമെന്ന് പറഞ്ഞാൽ നാവ് ഞാൻ പിഴുതെടുക്കും. ടെൻഷൻ ആകല്ലേ ദേവ, പ്ലീസ് കൺട്രോൾ യുവർ സെൽഫ്. കുറ്റവാളികൾ എപ്പോഴും ചെയ്ത തെറ്റിനെ നിരാകരിച്ചുകൊണ്ട് രക്ഷപ്പെടാനാ ശ്രമിക്കാറ്. പക്ഷെ ഇവിടെ കുറ്റവാളി തന്നെയാണ് വൈദേഹിയെ കൊന്നതാണെന്ന് സമ്മതിച്ചിട്ടുള്ളത്. ഇനിയും വിശ്വാസമായില്ലെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ വൈദേഹിയെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു കൊണ്ടുപോവാ, അല്ലെങ്കിൽ മിണ്ടാതിരുന്നോണം. എന്റെ വൈദേഹിയെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അല്ലാതെ എന്റെ വൈദേഹി ആരോ കൊന്നു എന്ന് പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്യാനാണ് പരിപാടിയെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. എന്റെ വൈദേഹിയെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. എന്റെ വൈദേഹിയെ ഞാൻ കണ്ടുപിടിച്ചോളാം. ചത്തുപോയതിനെ എങ്ങനെ കണ്ടുപിടിക്കാനാ ദേവാ? ദേവേട്ടാ, മോനെ ദേവാ, ദേവാ. ദേവന് സത്യം അംഗീകരിക്കാനായിട്ടില്ല. പക്ഷേ വൈദേഹി ഇല്ല എന്നുള്ളതാണ് സത്യം. അത് നിങ്ങൾ അംഗീകരിച്ചേ പറ്റും. ഇൻസ്പെക്ടർ സാറേ, ഇപ്പൊ അവൻ ഭാര്യ മരിച്ച വിഷമത്തില. വൈദേഹി മരിച്ചു എന്ന് പറഞ്ഞത്
ഞങ്ങൾക്ക് പോലും വിശ്വസിക്കാനാവുന്നില്ല. അപ്പൊ അവളെ ജീവനെ പോലെ സ്നേഹിച്ച് അവൻ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കുന്നത് പോയിട്ട് അവനത് സഹിക്കാൻ പോലും കഴിയില്ല ഇൻസ്പെക്ടർ. എന്നാലും എന്റെ മരുമകളെ കൊലപ്പെടുത്തിയ ആ കൊലയാളി ആരാണെന്ന് എനിക്കറിയണം ഇൻസ്പെക്ടർ. അവരെ വേഗം കണ്ടുപിടിക്കേ. അവർക്കുള്ള ശിക്ഷ ഞാൻ വിധിക്കും. ഞങ്ങളതിന് ശ്രമിക്കുന്നുണ്ട്. എന്നാ പിന്നെ ഇറങ്ങട്ടെ. വൈദേഹി മരിച്ചിട്ട് അവളുടെ പൊടി പോലും ആർക്കും കിട്ടിയിട്ടില്ല. അവളെ കുറിച്ച് എല്ലാരും മറന്നെന്ന് കരുതിയപ്പോ ഇതെവിടുന്ന് പൊങ്ങി വന്നു? കറങ്ങി തിരിഞ്ഞ അവസാനം ഇത് എന്റെ തലയിൽ തന്നെ വന്ന് വീഴാതിരുന്നാ മതിയായിരുന്നു ഈശ്വര. അഡ്രസ് ഇതാണെന്ന് മനസ്സിലായി. ഇനി ഇയാളെ ഫോളോ ചെയ്ത് സത്യം കണ്ടുപിടിക്കണം. എടാ, ഒരു തീപ്പെട്ടിയോ ലൈറ്ററോ ഉണ്ടെങ്കിൽ എടുത്തേ. ദൈവം അങ്ങനെയാണല്ലോ എന്തുവമ്മേ. നല്ലവരെ തന്നെ തെരഞ്ഞു പിടിച്ച് ഏറ്റവും ആദ്യം അങ്ങ് കൊണ്ടുപോവല്ലോ. അതാ ഇപ്പൊ ഇവിടെ നടന്നിരിക്കുന്നത്. എന്തിനാ നീ എന്നെ നോക്കുന്ന? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കും. അല്ലെങ്കിലേ വൈദേഹി പോയത് നിനക്ക് സന്തോഷമാണെന്ന് കരുതും. അങ്ങനെ വിചാരിച്ചാലും വലിയ കാര്യമൊന്നുമില്ല. കൊല്ലിച്ചത് ഞാനാണെന്ന് മാത്രം ആരും അറിയാതിരുന്നാ മതി. ദൈവം അവൾക്ക് ഇത്ര ആയുസ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ എന്തു പറയാൻ? പോയവരുടെ പുറകെ നമുക്ക് പോവാൻ പറ്റില്ലല്ലോ. ഇനി നമ്മള് ദേവനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. കണ്ടോ കണ്ടോ കണ്ടോ, അമ്മയുടെ ശരിക്കുള്ള സ്വഭാവം ഇതാ. വൈദേഹി മരിച്ചെന്നറിഞ്ഞപ്പോ മനസ്സിലൊരു 100 ലഡു പൊട്ടിയിട്ടുണ്ടാവും. പക്ഷെ പുറത്ത് കാണിക്കുന്നത് വൈദേഹിയോട് എന്തൊരു സ്നേഹമെന്നാണ്ടോ. ഒടുക്കത്തെ ഓവർ ആക്ഷൻ ആണല്ലോ.
പെർഫോമൻസിന് പെർഫ്യൂം അടിച്ച പോലുണ്ട്. പാവം, ഈ വിഷയം അറിഞ്ഞ രാമൻ തകർന്നു പോകുന്ന ഓർക്കുമ്പോഴാ. കാരണം അവന്റെ ജീവനായിരുന്നു വൈദേഹി. വൈദേഹി തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയില്ല രാമേട്ടൻ ഇപ്പോഴും ജീവിക്കുന്നത്. ഇനി എന്ത് ചെയ്യാനാവും? എന്തായാലും രാമേട്ടൻ സഹിച്ചല്ലേ പറ്റൂ. ഇത് നമുക്ക് രാമേട്ടനെ ഫോൺ ചെയ്ത് അറിയിക്കണ്ടേ ഇത്? The number you are trying to call is currently not reachable. Please try again later. ഫോൺ കിട്ടുന്നില്ല കൗസല്യേ. ഒരു കണക്കിന് കിട്ടാഞ്ഞത് നന്നായി. സത്യം അറിയുന്നവരെ തന്റെ മോൾ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കട്ടെ. നമ്മുടെ വൈദേഹിയെ കൊന്നത് ആരായിരിക്കും? ആരെയും ദ്രോഹിക്കാത്ത കുഞ്ഞ. ആരെന്തു പറഞ്ഞാലും മറുത്തൊരക്ഷരം പറയില്ല. അത്രയ്ക്ക് സഹനവും ക്ഷമയുള്ളവള. അങ്ങനെ ഒരു നല്ല കുഞ്ഞിന്റെ ജീവൻ എടുത്തവരെ വെറുതെ വിടാൻ പാടില്ലടാ ദാസ. എന്താ അമ്മേ, പോലീസുകാരുടെ കാര്യമല്ലേ ഇതൊക്കെ? വീട്ടിലുള്ളവരെ ഇതും പറഞ്ഞ് കുത്തി ഇറക്കി വിടല്ലേ? ദേവൻ ഇത് കേട്ട് അടങ്ങിയിരിക്കുന്നു തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ വൈദേഹി മരിച്ചു എന്നുള്ളത് അവൻ ഇതുവരെ വിശ്വസിക്കാനായിട്ടില്ല. ഇതൂടെ കേട്ടാ എന്തേലും ചെയ്തു കളയും. ദയവ് ചെയ്ത് അമ്മ ഇതൊന്നും പറയാതിരിക്കും. അച്ഛാ, 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 അമ്മേ, അവിടെ അവിടെ എന്താ, എന്ത് പറ്റി? എന്താ വിനയ? അവിടെ എന്താ എന്താ കാര്യം വെച്ച് വേഗം തുറന്നു പറ. എന്തുണ്ടായി? നമ്മുടെ ദേവൻചേട്ടൻ അവിടെ മുകളില്, നമ്മുടെ ദേവൻചേട്ടൻ അവിടെ വിഷം കഴിച്ച് ബോധമില്ലാണ്ട് കിടക്കുവോ? ദേവാ, ദേവാ, മോനെ, ദേവേട്ടാ, എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ. ദേവാ, ദേവാ, ദേവേട്ടാ, മോനെ, മോനെ ദേവാ. എന്താടാ വേഷകട എന്റെ അടുത്ത് വേണ്ട. വീണ്ടും ഇതിനകത്ത് ഇടപെടാൻ ശ്രമിച്ചാണ്ടല്ലോ കാല് തല്ലി ഒടിച്ചോളാം, പറഞ്ഞേക്കാം. ഇതാണ് നിനക്കുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ്. പോടാ. ഹലോ, ആ അതെ വരുവാട്ടോ. ദേവാ, മോനെ ദേവാ, മോനെ, ദേവാ, മോനെ, മോനെ ദേവാ, മോനെ, ദേവാ എഴുന്നേക്ക്. മോനെ, മോനെ, നിനക്ക് എന്താ പറ്റി? മോനെ ദേവാ, മോനെ ദേവാ എഴുന്നേക്ക്. മോനെ, മോനെ ദേവാ എഴുന്നേക്ക്. മോനെ ദേവാ എഴുന്നേക്ക്. എന്റെ പൊന്നു മോനെ എഴുന്നേക്കടാ. മോനെ ദേവാ, മോനെ ദേവാ, ദേവാ, മോനെ എഴുന്നേക്കടാ. മോനെ എഴുന്നേക്കടാ. ദേവാ, എന്തിനാ മോനെ നീ ഇങ്ങനെ? ദേവാ, ദേവാ, മോനെ എഴുന്നേക്കടാ. മോനെ ദേവാ എഴുന്നേക്ക്.
മോനെ എഴുന്നേക്കണം. ദേവേട്ടാ, അയ്യോ, എന്താ മോനെ ഇതൊക്കെ? ദേവാ, കണ്ണ് തുറക്ക് മോനെ. മോനെ കണ്ണടച്ചാ നടക്കുന്നേ. ഓരോന്ന് കയറി വന്നോളും. റോഡിൽ നോക്കിയിടക്ക് അറിയത്തില്ല എനക്ക്. പാവ പെൺകുച്ചിന്റെ മുഖത്ത് വെള്ളം എന്നാണ്ടോ? സോറി ഏട്ടാ, ശ്രദ്ധിച്ചില്ലായിരുന്നു. പോടാ. അയാൾ എവിടെ? അപ്പടിക്ക് അയാൾ എങ്ങോട്ടാ പോയേ? മോനെ ദേവാ, കണ്ണ് തുറന്ന് നോക്കി. ദേവേട്ടാ ചെയ്തത്. കല്യാണത്തിന് മുമ്പ് വിശക്കുപ്പയും പോക്കല്ലിട്ടാണ് ദേവന നടന്നത് തന്നെ. ജാനകി ചേച്ചത് വാങ്ങിച്ചെടുക്കാൻ കുറെ പരിശ്രമിച്ചതാ, പക്ഷെ ദേവട്ട കൊടുത്തില്ല. കല്യാണം നടക്കാഞ്ഞത് കാരണം ഇനി ഇങ്ങനൊന്നും ചെയ്യില്ലെന്നാ കരുതിയ. ഇപ്പത്തെ വൈദേഹി ചേച്ചി മരിച്ചു പോയെന്ന് അറിഞ്ഞപ്പോ ആ വിഷം എടുത്ത് കഴിച്ചതായിരിക്കും തോന്നുന്നത്. ഹലോ ജാനകി, എന്ത് പറ്റി വിനയ? ജാനകി ഇവിടെ പോയതാ. ഞാനൊന്ന് പുറത്തേക്ക് വന്നതാ. എന്താ കാര്യം പറഞ്ഞേ? ജാനകി ചേച്ചി നമ്മുടെ ദേവൻ ചേട്ടൻ വിഷം എടുത്ത് കുടിച്ചു.